ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. ജലസംരക്ഷണത്തിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാഗരികതകളുടെ ജീവനാഡിയായിരുന്ന ജലം ഭാവി തലമുറകൾക്കായി സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജലസംരക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാജ്യം ഭൌമമണിക്കൂർ ആചരണത്തിൽ പങ്കുചേരുന്നു. ആവശ്യമില്ലാത്ത എല്ലാ വൈദ്യുത വിളക്കുകളും രാത്രി 9:30 വരെ അണച്ചാണ് ഭൌമമണിക്കൂർ ആചരിക്കുന്നത്. ജല ഉപയോഗത്തിൽ അവബോധമുള്ളവരായിരിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. മുതിർന്ന ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്ക് ജ്ഞാനപീഠം. ഈ പുരസ്കാരം നേടുന്ന ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യ സാഹിത്യകാരനാണ് ശ്രീ വിനോദ് കുമാർ ശുക്ല. നൌക്കർ കി കമീസ്, ദീവാർ മേ ഖിഡ്കി രഹ്തി ഥി എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. സമൂഹത്തിൽ മാറ്റത്തിന്റെ മുന്നോടിയായി യുവാക്കൾ മാറണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ലഹരിമരുന്ന് വിപത്തിനെതിരെ പോരാടുന്നതിൽ വിദ്യാർത്ഥികളും നയരൂപീകരണ വിദഗ്ധരും സജീവമായി പങ്കാളികളാകണമെന്നും സംസ്ഥാന വ്യാപക ലഹരി വിരുദ്ധ പ്രചാരണം ഉദ്ഘാടനം ചെയ്ത് ഗവർണർ പറഞ്ഞു. ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ സംയുക്ത പ്രവർത്തക സമിതി യോഗം ചെന്നൈയിൽ നടന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് സർക്കാർ സഹായമായി 100 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സർക്കാർ ആശുപത്രികൾക്കായി മരുന്നുകൾ വാങ്ങിയതിന്റെ ബിൽ തുക നൽകുന്നതിനായാണ് പണം അനുവദിച്ചത്. സംസ്ഥാനത്ത് ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള വാക്സിൻ വികസിപ്പിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. വയനാട് നല്ലൂർനാട് ക്യാൻസർ സെന്ററിൽ സ്ഥാപിച്ച CT സിമുലേറ്റർ സ്കാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ക്യാൻസർ ചികിത്സയ്ക്കായി 24 ആശുപത്രികൾ സജ്ജമാക്കിയതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനായി കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനെ പ്രഖ്യാപിച്ചു. കളക്ടർ അരുൺ കെ വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഗാഥികനും നാടക പ്രവർത്തകനുമായ ഐലം ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. അതേസമയം ഐലം ഉണ്ണികൃഷ്ണന്റെ വിയോഗത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ എല്ലാ പാഠപുസ്തകങ്ങളുടെയും വിതരണം മെയ് മാസത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുടെ പ്രകാശനവും വിതരണ ഉദ്ഘാടനവും ഈ മാസം 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് UGCയുടെ നമ്പർ 1 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അംഗീകാരം ലഭിച്ചതായും ഇതു സംബന്ധിച്ച അറിയിപ്പ് വന്നതായും മന്ത്രി ആർ ബിന്ദു. കാസർകോട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 18ാം പതിപ്പിന് തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ബാറ്റിംഗിനയച്ചു. നാഗ്പൂരിൽ അടുത്തിടെയുണ്ടായ അക്രമങ്ങൾക്കിടെ സ്വത്തുവകകൾക്കുണ്ടായ നഷ്ടം സംഭവത്തിന് ഉത്തരവാദികളായ കലാപകാരികളിൽ നിന്ന് ഈടാക്കണമെന്നും ഇതിന് തയ്യാറാകാത്തവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടണമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസ് പ്രഖ്യാപിച്ചു. നോയിഡ സ്പോർട്സ് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഡൽഹിയിലും നോയിഡയിലും വിവിധ ഇടങ്ങളിൽ CBI പരിശോധന നടത്തി. വിവിധ കമ്പനികൾ, ഡയറക്ടർമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെട്ട 3 കേസുകൾ രജിസ്റ്റർ ചെയ്തതായാണ് വിവരം. ഇസ്താംബുൾ മേയർക്കെതിരെ പ്രതിഷേധിച്ചതിന് 300 പേരെ തുർക്കിയെ സർക്കാർ അറസ്റ്റ് ചെയ്തു. ഇസ്താംബുൾ, അങ്കാര ഉൾപ്പെടെ നിരവധി നഗരങ്ങളിലാണ് പ്രക്ഷോഭം നടന്നതെന്ന് അധികൃതർ അറിയിച്ചു. അഴിമതി, ഭീകരപ്രവർത്തന ആരോപണങ്ങളാണ് മേയർ നേരിടുന്നത്. തെക്കു പടിഞ്ഞാറൻ നൈജറിലെ മുസ്ലിം പള്ളിയിൽ നടന്ന ആക്രമണത്തിൽ 44 പേർ കൊല്ലപ്പെട്ടു. 13ഓളം പേർക്ക് പരിക്കേറ്റു. കൊക്കോറയിലെ ഫോംബിറ്റ ഗ്രാമത്തിലെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കിടെയാണ് ആക്രമണം നടന്നത്. ഭൌമ സൂചിക അംഗീകാരമായ GI ടാഗുള്ള 30 മെട്രിക് ടൺ ശർക്കര മുസാഫർ നഗറിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കേന്ദ്ര സർക്കാർ കയറ്റുമതി ചെയ്തു. മിസോറം തലസ്ഥാനമായ ഐസ്വാളിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ആന്തൂറിയം പൂക്കളും കയറ്റി അയച്ചു. തിരുവനന്തപുരം നഗരത്തിൽ ഏപ്രിൽ 2 മുതൽ 4 വരെ ജലവിതരണം മുടങ്ങും. വിവിധ സാങ്കേതിക പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അരുവിക്കരയിലെ ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരുന്നതിനാലാണ് ജലവിതരണം തടസ്സപ്പെടുന്നത്. തൊടുപുഴ ചുങ്കത്തുനിന്ന് 3 ദിവസം മുമ്പ് കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തി. ബിജുവിന്റെ വ്യാപാര പങ്കാളി ജോമോന്റെ കലയന്താനിയിലുള്ള കാറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.